ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെറുപയർ കറിയാണ്. അപ്പത്തിനും പുട്ടിനും ചപ്പാത്തിക്കും പറ്റിയ ഒരു കിടിലൻ ചെറുപയർ കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഇതാ ചെറുപയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ചെറുപയർ ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്ത ശേഷം നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് വേവിക്കുമ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് 2 വിസിലും ലോ ഫ്ലെയിമിലിട്ട് ഒരു 3 വിസിലും കേൾപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരും. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിത് താളിക്കാൻ ആവശ്യമായ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു സവാളയുടെ പകുതി, കുറച്ച് വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. അപ്പോൾ നമ്മുടെ പയറൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി ഇതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് താളിച്ച് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നപ്പോൾ നമുക്കതിലേക്ക് ഇനി സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. സവാള അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകാണ്, 2 ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അല്പം കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സവാളയൊക്കെ നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മസാലയായി ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വേറെ ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മുടെ എരിക്ക് ആവശ്യത്തിനുള്ള മുളക് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ മുളക് പൊടിയൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമാണ് നമ്മൾ ഈ കറിക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ആ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നത് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പയറോട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പയർ ഉടച്ചെടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ പയർ ഉടച്ചെടുക്കുന്നില്ല, ഇതുപോലെ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരല്പം വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണിത്. നമ്മുടെ ചപ്പാത്തിക്കുടെയൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണ്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നത് വരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.